ഇന്ന് ചൂരക്കറി കേട്ടോ. അതെങ്ങനെ വയ്ക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇന്ന് മീൻ കറി വയ്ക്കണം കേട്ടോ. നമുക്ക് സ്പെഷ്യൽ മീൻ കറി വയ്ക്കാം. അതിന് ഒരു ചെറിയ സവാള നുറുക്കിയത്, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കൂടി നമുക്ക് ചതച്ച് വഴറ്റാം കേട്ടോ. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കണ കുഞ്ഞുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി വഴറ്റാൻ പോവാം കേട്ടോ. ഉള്ളിയും എല്ലാതും വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. അത് പച്ചപ്പൊടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുക. അത് വഴറ്റില്ല, അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണേ. മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി അതേ ടീസ്പൂൺ കൊണ്ട് 2 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്. അതിലേക്ക് നമുക്ക് വാളംപുളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വാളംപുളി പിഴിഞ്ഞൊഴിക്കാം. വാളംപുളി പിഴിഞ്ഞൊഴിച്ച് നമുക്കത് നല്ല പോലെ തിളപ്പിക്കാം കേട്ടോ. ഒന്ന് ഉപ്പിടാം. നമുക്ക് നാളികേരം പാലെടുക്കാൻ അരയ്ക്കാം കേട്ടോ. ഇത് പൊളിച്ച് വന്നപ്പോഴേ, നാളികേരം പൊളിച്ച് വന്നപ്പോൾ കൊപ്രയാണ്. കൊപ്ര ഇങ്ങനെ നാളികേരമായി പച്ചയായിട്ട് കിട്ടാൻ നമുക്ക് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ്. കൊപ്ര പൊളിച്ച കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കേട്ടോ. നമുക്ക് അതിന് പാലെടുക്കാം. ഇത് ചൂര മീനാണ് കേട്ടോ. മീൻ ഇടാം, വേവിക്കാനിടാം. ഇത് കണ്ടോ, പച്ച നാളികേരത്തിൽ നിന്ന് കിട്ടുന്ന പാലിന് അതേ കട്ടിപ്പാലാണ് കൊപ്ര കുതിർത്തിട്ട് കിട്ടിക്കണേ കേട്ടോ. ഒരു 4-5 മണിക്കൂർ കുതിർത്താൽ മതി. അതങ്ങനെ നല്ല പാലാണ്, കുതിർന്ന് നല്ല നാളികേരമായിട്ട് കിട്ടും. അത് അരച്ചിട്ടുള്ള പാലാണ് കേട്ടോ ഇത്. നമ്മുടെ മീനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നാളികേരം പാൽ ഒഴിക്കാം. കട്ടിപ്പാലാട്ടോ, നല്ല കട്ടിപ്പാലാണ് കിട്ടുന്നത് ഇന്ന്. നമ്മുടെ ചൂരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് കറിവേപ്പില കുറച്ച് തണ്ടോടുകൂടി പരത്തി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ.